തൊഴിലാളികളുടെ നഗരമാണ് മുംബൈ. നഗരജീവിതത്തിന്റെ വേഗതയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു രുചിയുണ്ട്, കട്ടിംഗ് ചായ. നഗര സംസ്കാരത്തിന്റെ ഭാഗമായ ഈ ചായ തൊഴിലാളികളുടെ ദിനചര്യയിൽ അവിഭാജ്യ ഘടകമാണ്. കാണാം അല്പം കട്ടിംഗ് ചായ വിശേഷം. മുംബൈ സ്വപ്നങ്ങളുടെ നഗരമാണ്. ഉറക്കത്തിൽ സ്വപ്നം കാണുന്നവരല്ല നഗരവാസികൾ. അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിയുന്നത് നടപ്പാതകളിലും വിശ്രമവേളകളിലുമാണ്. മുംബൈയിലെ വഴിയോരങ്ങളിൽ മാത്രം ലഭിക്കുന്ന കട്ടിംഗ് ചായ നഗരത്തിന്റെ സംസ്കാരവുമായി ഇഴുകിച്ചേർന്നിരിക്കുന്നു. മുംബൈ നഗരത്തിന്റെ ഓരോ 100 മീറ്ററിനുള്ളിലും ഒരു കട്ടിംഗ് ചായ വിൽപ്പനക്കാരനെ കാണാം. രുചി, മണം, ഗുണം ഇത് മാത്രമല്ല കട്ടിങ്ങിനെ പ്രിയതരമാക്കുന്നത്. വെറും 5 രൂപയ്ക്ക് സംതൃപ്തിയുടെ രസം നുണയാനെത്തുന്നവരാണ് കട്ടിംഗ് ചായക്കടയിലെ സ്ഥിരം സന്ദർശകർ. മുംബൈയിൽ മാത്രം ലഭിക്കുന്ന കട്ടിംഗ് ചായയും നഗര സംസ്കാരത്തിന്റെ ഭാഗമാണ്. എനിക്ക് തോന്നുന്നു ഈ കട്ടിംഗ് ചായ ബോംബെയിൽ മാത്രം ഉള്ള ഒരു സംഭവം, മറ്റുള്ള എവിടെ ഇല്ലെന്നുള്ളത്. ഇത് ഇവിടെ ഒരു വലിയൊരു ദേശീയ ഭക്ഷണ തൊഴിലാളികളുടെ നഗരത്തിൽ ചിലവ് കുറവും വേഗത്തിൽ കുടിച്ച് ജോലിക്ക് തിരികെ പോകാൻ കഴിയുന്നതുമാണ് കട്ടിംഗ് ചായയെ ജനപ്രിയമാക്കുന്നത്. ഇവിടുത്തെ വലിയ വലിയ ഹോട്ടലുകളിൽ കയറി കഴിഞ്ഞാൽ 25 രൂപ തൊട്ട് 40 രൂപ വരെയാണ് ഇന്നത്തെ ചായയുടെ. അതേ സ്ഥാനത്ത് അതിലും നല്ല ചായ നമ്മളുടെ മുമ്പിൽ വെള്ളം തിളപ്പിച്ച് ചായ അത് കുറുക്കി തരുന്ന ഈ ചായക്ക് കട്ടിങ്ങിന് 5 രൂപയാണ് അവർ വാങ്ങുക. അതുപോലെ തന്നെ വടാപ്പാവ്. ബോംബെയിലെ ഒരു 25 തൊട്ടിട്ട് 30% ആളുകൾ ഇന്നും ഈ കട്ടിംഗ് ചായയും വടാപ്പാവും മാത്രം കഴിച്ചാണ് ജീവിക്കുന്നത്. മുംബൈയുടെ വേഗതയിൽ ഒരു നിമിഷം നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതും സൗഹൃദങ്ങളുടെ കുശലങ്ങളുടെ ഭാണ്ഡങ്ങൾ തുറക്കുന്നതും ഇത്തരം ഒത്തുകൂടലിലാണ്. ഒരു ചെറിയ ഗ്ലാസിൽ വലിയൊരു നഗരത്തിന്റെ ആത്മാവ് ഒളിഞ്ഞിരിക്കുന്നു. മുംബൈയുടെ ഹെൽത്ത് ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ ഈ കട്ടിംഗ് ചായ വിശേഷിപ്പിക്കാം. ടപ്രിയിൽ ചായ കുടിച്ച് സഹപ്രവർത്തകരുമായി സ്വറ പറയുന്ന ശീലവും അനുഭവവും അധ്വാനഭാരവും മനസ്സിന്റെ ടെൻഷൻ കുറയ്ക്കുന്നുവെന്ന് ഇവരെല്ലാം പറയുന്നു. अच्छा चाय लगता है सर. 5 रुपए में क्या दे रहेगा? 5 रुपए में आम आदमी के लिए चाय दे रहा है, अच्छा है ना. കട്ടിംഗ് ചായ എന്ന് വെച്ചാൽ നമ്മൾ ബോംബെയിൽ വന്ന ആദ്യ സമയങ്ങളിൽ നമുക്കിത് കാണുമ്പോൾ തമാശ തോന്നും. കാരണം വെച്ചാൽ ഈ നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ ഗ്ലാസ് ചായ കുടിച്ചിട്ടുള്ളത് നമ്മൾ ഈ ചെറിയ ചെറിയ ഗ്ലാസ്സിൽ ഇതിൽ കുടിക്കുന്നതാണ് നമുക്ക് തിരി വരുന്നത്. പക്ഷെ അത് കുടിച്ച് കഴിയുമ്പോഴാണ്, ഒരു പ്രാവശ്യം കുടിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ എന്താണ് വാല്യൂ എന്ന് മനസ്സിലാകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോട്ടലൊക്കെ ഇടുന്ന ചായക്കടം വളരെ പൈസ കുറവാണ്. 6 രൂപ ഇവിടെ ചായ ഒരു കട്ടിങ്ങിനുള്ളൂ. എന്നിട്ടും ആ ഒരു ചായയുടെ ആ സ്വാദ് ശരിക്കും 6-നും 60-നും മുകളിലാണെന്നുള്ളതാണ് സത്യം. ഇത് നമ്മൾ എവിടെ ചായ കുടിച്ചാലും ഒരു വഴിക്ക് മൂലക്കൊരു കട്ടിങ് ചായ ഓടി ചെന്നിട്ട് കട്ടിങ് ചായ കുടിക്കും. നഗരത്തിലെ തൊഴിലാളികൾ, ടാക്സി ഡ്രൈവർമാർ, ഓഫീസ് ജീവനക്കാർ എല്ലാവർക്കും കട്ടിംഗ് ചായ ഒരു പൊതുബന്ധമാണ്. ഒരു ചെറിയ ബ്രേക്ക്, സൗഹൃദം പങ്കിടൽ, കൊച്ചു കൊച്ചു നർമ്മങ്ങൾ ഇതെല്ലാം ചേർന്ന് ഒരു വലിയ നഗരജീവിതത്തിന്റെ ഭാഗമാകുന്നു. ചായയില, ഇഞ്ചി, ഏലം തുടങ്ങിയ രുചിക്കുട്ടുകൾ പാലിനൊപ്പം ചേർത്തുണ്ടാക്കുന്നതാണ് ഈ ചായ. കൃത്യമായ ചേരുവകളും തിളയുടെ സമയക്കണക്കുമാണ് കട്ടിങ്ങിന്റെ വിജയമന്ത്രം. ചിലർക്ക് താല്പര്യം കടക് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന കടുപ്പമേറിയ ചായയാണ്. കട്ടിംഗ് ചായ സാധാരണയായി ചെറിയ ഗ്ലാസുകളിലാണ് വിളമ്പുന്നത്. അതേസമയം നിലവിലെ പാചകവാതക പ്രതിസന്ധി വഴിയോര കച്ചവടക്കാരെയാണ് ഏറെ വലച്ചത്. ഇതോടെ വലിയ ചൂഷണമാണ് നടക്കുന്നതെന്നും ഇവരെല്ലാം പറയുന്നു. 1700 रुपया आता था, अभी 3-3000 3200 रुपया. लूट मार चालू है. छोटा सिलेंडर 3000-3500 रुपया. क्या है तो गलत है. ജോലി ദിവസങ്ങളിൽ നിരവധി കപ്പ് കുടിക്കാനും അതേസമയം കുടിക്കുന്ന അളവ് മിതമാക്കാനും കഴിയുന്നതാണ് കട്ടിംഗ് ചായയുടെ മഹത്വം. സന്തോഷം വാങ്ങാൻ കഴിയില്ല, പക്ഷേ കട്ടിംഗ് ചായയിലൂടെ നഗര സംസ്കാരവും സന്തോഷവും പങ്കിടാനാകും.